الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. പടച്ചറബിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളൊക്കെയും ളുഹർ നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധ റമളാനിൻ്റെ ഒരാഴ്ചയോളം പിന്നിടുന്ന ഒരു സന്ദർഭമാണ്. പടച്ചറബ് നാം നിർവഹിച്ച നമ്മുടെ നോമ്പും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളുമൊക്കെ പടച്ചറബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നോമ്പുകാർക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ ആഹ്ലാദകരമായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്ത് നമ്മുടെ ഹൃദയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, സ്നേഹമുള്ളത് ആരോടാണ് എന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരും പറയുക, നമ്മെ 9 മാസം വയറ്റിൽ ചുമന്നു നമ്മെ ഈ ലോകത്തേക്ക് പ്രസവിച്ച നമ്മുടെ മാതാവിനോടാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും ആ മാതാവ് മരണപ്പെട്ടു പോയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നമ്മുടെ ഹൃദയത്തിൽ വിതുമ്പലും പ്രയാസവും ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കാരണം ആ മാതാവ് ഒരായുഷ്കാലം ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നാം ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ നമുക്ക് വിശക്കുന്നു എന്ന് പറയാൻ അറിയില്ല. പക്ഷേ നമ്മുടെ വിശപ്പിൻ്റെയും പ്രയാസത്തിൻ്റെയും തിരിച്ചറിവറിഞ്ഞ് ആ മാതാവ് നമ്മെ ചേർത്തു പിടിച്ച് മുലപ്പാൽ തരുമ്പോ നമുക്ക് കിട്ടുന്ന കുളിർമയും ആശ്വാസവും ലോകത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു കാരുണ്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ നാം അതിരറ്റം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഉമ്മ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഉമ്മ നമ്മെ വാരിപ്പുണരുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു സൃഷ്ടാവിന്റെ സ്നേഹം പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അല്ലദീന ആമനു, ഒരു യഥാർത്ഥ സത്യവിശ്വാസി അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ അവൻ അദമ്യമായി സ്നേഹിക്കുന്നുണ്ട്. റബ്ബ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പലപ്പോഴും ആ സ്നേഹം നാം തിരിച്ചറിയാത്തതാണ് സഹോദരങ്ങളെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആത്മാർത്ഥമായ പല സുഹൃത്തുക്കളും എന്തെങ്കിലുമൊക്കെ പിണക്കം വരുമ്പോൾ ആ സുഹൃത്ത് നമ്മളോട് പറയും, നീ എന്നെ മനസ്സിലാക്കാഞ്ഞിട്ടാണ്, നീ എന്നെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്, നിന്നെ പലപ്പോഴും ഞാൻ ഫോൺ ചെയ്തിട്ടും നീ ഫോൺ എടുത്തിട്ടില്ല. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, നാം അല്ലാഹുവിനെ കണക്കാക്കേണ്ടുന്നത് പോലെ, റബ്ബിനെ മനസ്സിലാക്കേണ്ടുന്നത് പോലെ
നാം അല്ലാഹുവിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഹോദരങ്ങളെ. ആ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച്, ആ റബ്ബിന്റെ സ്നേഹത്തെക്കുറിച്ച് നാം തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ പലരും നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും, ജീവിതത്തിൽ പലരും നമ്മെ മാറ്റി നിർത്തുമ്പോഴും നമ്മെ ചേർത്തു പിടിക്കുന്ന ആ റബ്ബിന്റെ സ്നേഹവും ആ റബ്ബിന്റെ കാരുണ്യവും നാം തിരിച്ചറിയാത്തത് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തി, നബ്ബി ഇബാദി, നബിയെ എന്റെ ദാസന്മാർക്ക് അങ്ങ് അറിയിച്ചു കൊടുക്കണം, അന്നീ അനൽ ഗഫൂറുർ റഹീം, നബിയെ ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് എന്റെ അടിമകളോട് അങ്ങ് അറിയിക്കണേ നബിയെ. പലപ്പോഴും തെറ്റുകുറ്റങ്ങളിൽ മുഴുകി ഇനി എന്റെ റബ്ബെന്നെ പുറത്തു തരില്ല, ഇനി എന്റെ റബ്ബെന്നെ പരിഗണിക്കില്ല എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന വെപ്രാളപ്പെടുന്ന മനസ്സിന്റെ ഉടമകളോടാണ് അല്ലാഹു പറയുന്നത്, നബ്ബി ഇബാദി, നബിയെ എന്റെ ദാസന്മാരെ അങ്ങ് അറിയിക്കണം, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന്. സത്യത്തിൽ ആ റബ്ബിനെ നാം എങ്ങനെയാണ് അറിയേണ്ടത് സഹോദരങ്ങളെ? ആ റബ്ബിനെ നാം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 133-ാമത്തെ വചനത്തിൽ സഹസ്രാബ്ദങ്ങൾക്കും അപ്പുറം ജീവിച്ചിരുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനം നടത്തി തന്റെ കുടുംബത്തെയും തന്റെ മക്കളെയും ഒക്കെ ആ തൗഹീദി ആശയത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം മരണമാസന്നമാകുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മളിൽ പലരുടെയും മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവരിൽ പലരും മരണമാസന്നമാകുമ്പോൾ മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ നിങ്ങൾ പരസ്പരം പിണങ്ങരുത്, അല്ലെങ്കിൽ ആ ഇന്ന സഹോദരൻ ഇത്തിരി സാമ്പത്തികമായി പിന്നോക്കമാണ്, ഞാൻ മരിച്ചുപോയാലും നിങ്ങൾ ആ അനുജനെ ഒന്ന് പരിഗണിക്കണേ. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും മരണമാസന്നമായി ഈ ലോകത്തു നിന്ന് കണ്ടമിടറി ആത്മാവ് വേർപെടുന്ന സമയത്ത് മക്കൾക്ക് പല ഉപദേശങ്ങളും വസിയ്യത്തുകളും നടത്താറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 133-ാമത്തെ വചനത്തിൽ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നമാകുന്ന സമയത്ത് തന്റെ മക്കളെയെല്ലാം വിളിച്ചുകൂട്ടിയിട്ട്, മക്കളെല്ലാം ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് ആ പ്രവാചകന്റെ ചരിത്രത്തെ 2026-ലും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് പങ്കുവെക്കുകയാണ്. അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത്, അം കുൻതും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്, യാക്കൂബ് നബിക്ക് മരണമാസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? എന്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, എന്റെ ദൂതനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നമായി ശ്വാസതടസ്സം അനുഭവപ്പെട്ട് ഈ ലോകത്തു നിന്ന് ആത്മാവ് വേർപെടുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നമ്മളോട് അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ആ സ്വാത്വികനായ ആ പ്രവാചകൻ തന്റെ മക്കളോട് ചോദിച്ചു, ഇത് ഖാല ലിബനീഹി, അദ്ദേഹത്തിന്റെ മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി. മക്കൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് ആ സ്വാത്വികനായ പ്രവാചകൻ ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ ഞാൻ മരിച്ചുപോയാൽ നിങ്ങൾ ആരെ ആരാധിക്കും? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഒരു 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മക്കളെ നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് എന്നല്ല പറഞ്ഞത്. ആ പ്രവാചകൻ മരണമാസന്നമാകുന്ന സമയത്ത് തന്റെ മക്കളോട് ചോദിക്കുന്നത്, മാ തഅബുദൂന മിൻ ബഅദി,
മക്കളെ, ഞാൻ മരിച്ചുപോയ നിങ്ങൾ ആരെ ആരാധിക്കും? കാലു, ആ മക്കൾ പറഞ്ഞു, ആ മക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നത് ഉപ്പാ, ഇലാഹക, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച, അങ്ങ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വീണ്ടും ഖുർആൻ പറയുന്നു, ആരാണ് ആരാധ്യൻ? ഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ, ഞങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും അതുപോലെ ഇസ്മാഈലും ഒക്കെ പഠിപ്പിച്ച ഇലാഹം വാഹിദ, ഏകനായ ഇലാഹിനെ, ആ ഒരേ ഒരു ഇലാഹിനെയാണ് ഉപ്പ ഞങ്ങൾ ആരാധിക്കുന്നത്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ റബ്ബിന് കീഴൊതുങ്ങിയവരായിരിക്കും എന്നായിരുന്നു യഅ്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ മരണമാസന്നമാകുന്ന സക്രാത്തിന്റെ ഹാലിൽ തന്റെ പിതാവ് ചോദിക്കുമ്പോ ആ പിതാവിന് ഉത്തരം കൊടുക്കുന്നത്. സഹോദരങ്ങളെ, കാലമേറെ കഴിഞ്ഞ് 2000-3000 വർഷങ്ങൾ കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് അവതരിച്ച പരിശുദ്ധ ഖുർആനിൽ ഈ യഅ്കൂബ് നബിയുടെ മരണമാസന്നമായ സംഭവം എന്തിനായിരിക്കും അള്ളാഹു പറഞ്ഞത്? സഹോദരങ്ങളെ, എന്തിനായിരിക്കും അള്ളാഹു അത് ഓർമ്മപ്പെടുത്തിയത്? കാരണം മരണമാസന്നമാകുന്ന സമയത്തും ആ പിതാവിന് ഉപ്പത്ത് ഈ മക്കളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകരുത്. എന്റെ മക്കളും എന്റെ ജീവിത പങ്കാളികളും എന്റെ പേരമക്കളും ഈ ലോകം കൊണ്ട് അവസാനിക്കരുത്. ആ സമയത്തും എന്റെ മക്കൾ എന്റെ വിയോഗത്തിന് ശേഷം മാ തഅബുദൂന മിൻ ബഅദി എന്ന് ചോദിക്കാൻ എന്റെ മക്കളുടെ ജീവിതത്തിൽ ശിർക്കിന്റെ ബഹുദൈവ ആരാധനയുടെ ഒരു കണിക വന്നാൽ പിന്നീട് ഒരിക്കലും ആ മക്കളെ പരലോകത്ത് അള്ളാഹുവിന്റെ അനശ്വരമായ സ്വർഗത്തിൽ എന്റെ മക്കളെ കാണാൻ സാധ്യമല്ല, അവിടെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ പിതാവ് മരണമാസന്നമായ സമയത്ത് മാ തഅബുദൂന മിൻ ബഅദി എന്ന് തന്റെ മക്കളോട് ചോദിക്കാൻ കാരണം. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ് തൗഹീദാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനോട് പോലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചത്, പ്രവാചകരെ, ലഇൻ അശ്റക്ത, അങ്ങയുടെ ജീവിതത്തിൽ എങ്ങാനും ബഹുദൈവ ആരാധന സംഭവിച്ചു പോയാൽ ലയഹ്ബതന്ന അമലുക്, അങ്ങയുടെ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ പരാജിതരിൽ പെട്ടുപോകും. ഇത് പ്രത്യേകിച്ച് ഞാൻ ഉണർത്താൻ കാരണം, സഹോദരങ്ങളെ, നമ്മുടെ റൂഹ് നിലച്ചു പോയാൽ, നമ്മുടെ ആത്മാവ് വേർപെട്ടു പോയാൽ, കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരിൽ പലരും സത്യത്തിൽ ഇന്ന് നമ്മുടെ കൂടെയില്ല. എപ്പോഴും പുഞ്ചിരിയോടുകൂടി സമീപിക്കുന്ന, നമസ്കാരത്തിലൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന, കാറപകടത്തിൽ മരണപ്പെട്ടുപോയ റഷീദ് സാഹിബ് ഇന്ന് നമ്മുടെ കൂടെയില്ല. സഹോദരങ്ങളെ, കോഴിക്കോട് വലിയങ്ങാടിയിലെ 4 സഹോദരന്മാർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി രാവിലെ ഇടയത്താഴം കഴിച്ച് അവർ ജോലിക്ക് പുറപ്പെട്ടതാണ്. വീട്ടിൽ നിന്ന് മക്കൾക്ക് ഉമ്മം കൊടുത്ത് മാതാപിതാക്കൾക്ക് സലാം പറഞ്ഞ് പോകുമ്പോ വീടിന്റെ ഉമ്മറത്ത് നിന്ന് ആ തൊഴിലാളികൾ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല, എന്റെ വീടിന്റെ ഉമ്മറത്തേക്ക് ഇനി എന്റെ ഭൗതിക ശരീരം, റൂഹില്ലാത്ത നിശ്ചലമായ ശരീരമാണ് എന്റെ ഈ വീടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവെക്കുന്നതെന്ന് ആ തൊഴിലാളികളായ സഹോദരന്മാര് ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല. പക്ഷേ ആ മരണവാർത്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, എന്താണ് ആ യാഥാർത്ഥ്യം? നാം ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ആ സഹോദരന്മാർ മരണപ്പെട്ടതുപോലെ നമ്മളിവിടെ ളുഹർ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്.
ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഇടയത്താഴം കഴിച്ച് അവര് സുബഹി നമസ്കാരത്തിലേക്ക് വന്നപ്പോ പ്രവാചകന്റെ ആ ഉണർത്തൽ എത്ര അർത്ഥവത്തായിരുന്നു സഹോദരങ്ങളെ. അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് റസൂൽ ഓർമ്മപ്പെടുത്താൻ കാരണം, ഈ റമദാൻ ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനാകാമെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാകാനാണ്, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാകാനാണ്. പരിശുദ്ധ റമദാൻ ഒരാഴ്ചക്കാലം പിന്നിട്ടു സഹോദരങ്ങളെ. 7 ദിവസത്തോളമായി നമ്മുടെ പുറമേയുള്ള ചില മാറ്റങ്ങളല്ല. ചിലപ്പോൾ നമ്മൾ ബോഡിയുടെ വെയിറ്റ് ഒക്കെ നോക്കും. നോമ്പ് പിടിച്ചിട്ട് അതെ 190 കിലോ ഉണ്ടായിരുന്നു, ഒരു 5 കിലോ കുറഞ്ഞു. പലതും നാം വിലയിരുത്തും. പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും, കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാകും. നമ്മളോടൊപ്പം ജീവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യർ ഈ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. കാരണം ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ട് സഹോദരൻ. ആധുനിക മെഡിക്കൽ സയൻസ് പോലും ഓർമ്മപ്പെടുത്തുന്നത്, മുസ്ലിമീങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ യൂറോപ്യനിലെ പാശ്ചാത്യർ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിലൂടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചു കളയാനുള്ള കഴിവ് പോലും ഉണ്ട് എന്ന് പുതിയ പഠനങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ നീയത്ത് അതൊന്നുമല്ല സഹോദരങ്ങളെ. ഒരു വിശ്വാസിയുടെ നീയത്ത് ആരോഗ്യപരമായ നേട്ടങ്ങളൊന്നുമല്ല. അതൊക്കെ അല്ലാഹു അതിലൂടെ നമുക്ക് നൽകുമായിരിക്കാം. എന്നാൽ ഒരു വിശ്വാസിയുടെ നീയത്ത് മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമളാന ഈമാനൻ. സഹോദര സമുദായ അംഗങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അല്ല നമ്മൾ നോമ്പെടുക്കുന്നത്. മൻ സാമ റമളാന ഈമാനൻ, ഈമാനോടുകൂടി അല്ലാഹുവിനോടൊന്നിനെയും പങ്കുചേർക്കാതെ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ഖബറിലും എന്റെ പരലോകത്തും എനിക്കുപകാരപ്പെടുന്ന മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്ന സൽക്കർമ്മം കിട്ടണമെന്ന പ്രതീക്ഷയോടെ അല്ലാഹുവിന്റെ പ്രതിഫലത്തെ മാത്രമാണ് കാംക്ഷിക്കുന്നത്. റസൂൽ ഓർമ്മപ്പെടുത്തി, വഹ്തിസാബൻ, മറ്റൊരു ഭൗതികമായ ലക്ഷ്യങ്ങളുമില്ല. ആരോഗ്യപരമായ ഒരു നേട്ടങ്ങളെ കുറിച്ചുമല്ല നാം ചിന്തിക്കുന്നത്. വഹ്തിസാബൻ, ഈ ലോകത്തിന്റെ നാഥൻ ചുട്ടുപൊള്ളുന്ന ഈ പകലിലും ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പാടുപെടുകയും മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നതിനിടയിൽ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് വന്ന് റബ്ബിന്റെ മുന്നിലേക്ക് വന്ന് സുജൂദ് ചെയ്ത് റബ്ബിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്ത് അവനോടൊന്നിനെയും പങ്കുചേർക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ച ആദർശത്തിൽ ഊന്നി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ ആകാശലോകത്തിന്റെ നാഥൻ മലക്കുകളോട് ആത്മാഭിമാനം പറയണം. സഹോദരങ്ങളെ, നമ്മുടെ നോമ്പും നമ്മുടെ നോമ്പിന്റെ നിയ്യത്തും നമ്മുടെ നോമ്പിന്റെ ഉള്ള ഇഖ്ലാസും കണ്ടിട്ട് ആ റബ്ബിന്റെ തൃപ്തിയാണ് സത്യത്തിൽ നമുക്ക് വേണ്ടത്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ 7ാമത്തെ ഒരാഴ്ച പിന്നിടുമ്പോ വളരെ വേഗത്തിൽ റമദാൻ നമ്മളിൽ നിന്ന് പോകുന്നു. സഹോദരങ്ങളെ, ഈ റമദാൻ കൊണ്ട് എന്റെ സ്വഭാവത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ പെരുമാറ്റത്തിൽ, ഭാര്യയോടുള്ള, മക്കളോടുള്ള, എന്റെ കീഴ് ജീവനക്കാരോടുള്ള, എന്റെ പ്രിയപ്പെട്ടവരോടുള്ള, ചിലപ്പോൾ നമ്മുടെ ഉപ്പയോ ഉമ്മയോ എഴുന്നേൽക്കാൻ കഴിയാതെ നമ്മുടെ വീടിന്റെ 5 മക്കളുണ്ടായിട്ടും എന്റെ കൂടെയാണ് എന്റെ ഉപ്പ, ആ കിടക്കുന്ന കിടപ്പിൽ തന്നെ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവിടെയാണ് സഹോദര നമ്മുടെ തഖ്വ നാം പരിശോധിക്കേണ്ടത്, നമ്മുടെ സൂക്ഷ്മത നാം പരിശോധിക്കേണ്ടത്. എന്റെ ഉപ്പ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ തഖ്വയിൽ കുറവുണ്ട് സഹോദരങ്ങളെ. അവിടെയാണ് തഖ്വയെ നാം മാറ്റുരയ്ക്കേണ്ടത്. പരിശുദ്ധ റമദാനിന്റെ പിന്നിലെ 1ാമത്തെ ലക്ഷ്യം തഖ്വയാണ് സഹോദരങ്ങളെ. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി, തഖ്വയുടെ നിർവചനമായി നമ്മെ പഠിപ്പിച്ചത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ
എന്താണ് തഖ്വ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി മഹാനായ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ് സഹോദരങ്ങളെ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്, പേടിയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആരും അറിയാതെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ഭയപ്പാടോടുകൂടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ പൊറുക്കുന്ന മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങളാണ് സഹോദരങ്ങളെ. ആ റബ്ബിനെ കുറിച്ചുള്ള പേടി എന്ന് പറയുമ്പോൾ അക്രമിയായ ഒരു ഭരണാധികാരിയെ ഭയപ്പെടുന്നത് പോലെയല്ല, ഒരു നിയമപാലകനായ ഉദ്യോഗസ്ഥനെ ഭയപ്പെടുന്നത് പോലെയല്ല. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ റബ്ബിന്റെ ഇഷ്ടം, ഞാൻ ഏറെ പ്രിയപ്പെടുന്ന എന്റെ റബ്ബിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് സഹോദരങ്ങളെ. നാം ഇങ്ങനെ ഭയപ്പെടുന്ന സമയത്ത് നാം ആലോചിക്കേണ്ടത് പരലോകത്തെക്കുറിച്ചുള്ള ഭയപ്പാടും ഈ ഭൗതികമായ ലോകത്തെക്കുറിച്ചുള്ള ഭയപ്പാടും നമ്മുടെ ഹൃദയത്തിലുണ്ട്. SIR-മായി ബന്ധപ്പെട്ട ആ സമയത്ത് അത് NRC-യുമായി പൗരത്വവുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ആ SIR-ന്റെ ഫോം പൂരിപ്പിക്കുന്നതിലുള്ള നമ്മുടെ സൂക്ഷ്മത, അതിന്റെ സീരിയൽ നമ്പർ കൃത്യമായി പൂരിപ്പിക്കുന്നതിലുള്ള ശ്രദ്ധ, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫൈനൽ പട്ടിക വന്നപ്പോ നാം അത് പരിശോധിച്ചു. അതിന്റെ ലിസ്റ്റിൽ ഞാനുണ്ടോ, എന്റെ മക്കളുണ്ടോ, എന്റെ ഉപ്പയും ഉമ്മയുണ്ടോ എന്നൊക്കെ സഹോദരങ്ങളെ നാം പരിശോധിച്ചു. എന്നാൽ അതിനു മുമ്പും നാം പരിശോധിക്കേണ്ടത് നാളെ പരലോകത്ത് ആ ഷഹാദത്തുൽ കൊണ്ട് തൗഹീദുൽ കൊണ്ട് നാളെ പരലോകത്തിന്റെ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ, ആ മുവഹിദുകളുടെ ലിസ്റ്റിൽ, പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന നോമ്പ് പിടിക്കുന്ന വിശ്വാസികൾ കടന്നു പോകുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ നാമുണ്ടോ എന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഭയപ്പാട് ഈ ലോകത്തെക്കുറിച്ചുള്ള ഭയപ്പാടാണ്. നമ്മെ ഭരിക്കുന്ന, അതുപോലെ നമ്മുടെ ചുറ്റുപാടും നമ്മെ ഭരിക്കുന്ന പലതിനെക്കുറിച്ചും നമ്മുടെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ട്. സത്യത്തിൽ അല്ലാഹുവിനെ കുറിച്ചും അവന്റെ നരകത്തെക്കുറിച്ചും അവന്റെ പരലോകത്തെക്കുറിച്ചും നമ്മുടെ ഹൃദയത്തിൽ ഭയപ്പെടുന്നുണ്ടോ സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഹു, ശപിക്കപ്പെട്ട പിശാചാണ് അവന്റെ കൂട്ടാളികളെ കാട്ടി നമ്മെ ഭയപ്പെടുത്തുന്നത്. ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ലോകത്തിന്റെ സൃഷ്ടാവായ ഈ ഉദിച്ചു നിൽക്കുന്ന കത്തിച്ചൊലിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ച, മനുഷ്യരെ സൃഷ്ടിച്ച അല്ലാഹുവിലുള്ള വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടതെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഉണർത്തുന്നു സഹോദരങ്ങളെ. അപ്പൊ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ വിശ്വാസം നമുക്ക് സമാധാനവും, ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂലമായ അവസ്ഥയും എഴുന്നേറ്റ് നിൽക്കാനുള്ള ഈമാനികമായ ഒരു മനക്കരുത്തും, മാനസികമായ ദൗർബല്യങ്ങളിൽ നിന്ന് മാറി ആത്മവിശ്വാസത്തിലേക്ക് അല്ലാഹു നമ്മളെ കൊണ്ടെത്തിക്കും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഉണർത്തി, ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ ലോകത്തൊരു ശക്തികൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. വൈൻ യഖ്ദുൽകും, അല്ലാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ, പടച്ചവൻ നമ്മെ കൈയൊഴിഞ്ഞാൽ, ഫമൻസല്ലദീ യൻസുറുകും മിൻ ബഅദിഹി, അവന് ശേഷം നമ്മെ സഹായിക്കാൻ ആരാണ് ഉള്ളത്? എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തി, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ പടച്ച റബ്ബിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ആ റബ്ബിൽ ഭരമേൽപ്പിച്ച്, അല്ലദീന ആമനൂ ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുകയും, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, തന്റെ വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ, ബഹുദൈവ ആരാധനയും ശിർക്കുമൊന്നും നമ്മുടെ ആരാധനകളിൽ കലർത്താതിരിക്കുന്ന മനുഷ്യർ, ലഹുമുൽ അംന്, അവർക്കാണ് അല്ലാഹു നിർഭയത്വം നൽകുന്നത്. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള മനക്കരുത്ത് നൽകുന്നത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിന്റെ
വളരെ പെട്ടെന്ന് 6-7 ദിവസങ്ങൾ നമ്മുടെ ഒരു ആയുസ്സിൻ്റെ ഭാഗമായി. ഇനിയും ഒരു റമദാനിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല സഹോദരങ്ങളെ. പരിശുദ്ധ റമദാനിൻ്റെ അകക്കാമ്പ് തഖ്വ അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മസംസ്കരണമാണ്. അപരനല്ലേ ഇത് കൈവെക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വഭാവത്തിലുള്ള, നമ്മുടെ പെരുമാറ്റത്തിലുള്ള, നമ്മുടെ ഇടപാടുകളിലുള്ള അധാർമികതകളിൽ നിന്ന്, തെറ്റായ ജീവിതത്തിൽ നിന്ന് മാറി